വേറൊന്നു വേണ്ടേ ഖത്തറിന്ന് വായോ നല്ല കൂട്ടുകാരാ. ആരാ വാഴത്തോട്ടത്തിൽ കിടന്ന് പരിങ്ങണേ? ആ വാഴത്തോട്ടത്തിൽ കിടന്ന് പരിങ്ങാണ്ട് കേറി വാഴ ഷുക്കൂറേ. ഇക്ക പോയോ? ഇക്ക കൊണ്ടോട്ടേക്ക് പോയിട്ട് 2 മണിക്കൂറായി മോനെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ, അത്രന്ന് വേണ്ടെന്നോ ഖത്തറിന്ന് വായോ എന്നൊക്കെ. കൈരളിയുടെ പട്ടുമാല റിയാലിറ്റി ഷോ ഇല്ലേ, അതില് ഞമ്മള് മത്സരിക്കാൻ തീരുമാനിച്ച്. അതിന് ഞമ്മള് പ്രാക്ടീസ് നടത്തലല്ലേ. പക്ഷേങ്കിൽ അന്നെ കണ്ടപ്പോ തന്നെ നമ്മുടെ ടെമ്പോ പോയോനെ. ഓ ഇത്താ വെളിയിലൊക്കെ ഭയങ്കര ചൂട് തന്നെ. ഇത്തടൊരു മൂത്തവനുണ്ടായിരുന്നല്ലോ കബീർ, അവനിപ്പോ എവിടെ? അവനിപ്പോ ഗൾഫിലല്ലേ. അവൻ രക്ഷപ്പെട്ടല്ലേ? എങ്ങനെ രക്ഷപ്പെടാൻ? എന്ത് പറ്റി? ജോലി മാത്രം പോരല്ല മോനെ, ഭക്ഷണം വല്ലതും കൊടുക്കണ്ടേ? അതെന്താ അറബി അവന് ഭക്ഷണം ഒന്നും കൊടുക്കത്തില്ലേ? എവിടെ? നേരം വെളുക്കുമ്പോ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കും, ഉച്ചയാവുമ്പോ കുറച്ച് പയറുമണി എറിഞ്ഞിട്ട് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ കുറച്ച് ബ്രെഡ് ഇങ്ങനെ പിച്ചി കീറിയിട്ട് കൊടുക്കും. അതെന്താ ഇത്ത അങ്ങനെ? എംബസിയിൽ ഇടപെട്ട് അന്വേഷിച്ചപ്പോഴല്ലേ മോനെ അറിഞ്ഞത് അവനെ കൊണ്ടുപോയേക്കുന്നത് ഒരു കൊരങ്ങന്റെ വിസലാന്ന്. അത് ശരി. ഇത്ത നമ്മുടെ ബീരാനിക്ക് നാട്ടുകാർ തല്ലിന്ന് പറയുന്നില്ലേ, എന്താ കാരണം? ഒന്നും പറയണ്ട മോനെ, ഇക്ക ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടല്ല. എന്ത് പരിപാടി? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി കടിപ്പിച്ച് വിഷമിറക്കിപ്പിക്കണ പരിപാടി. കഴിഞ്ഞ ആഴ്ച അവിടെ പിയാത്തോന്റെ മോൻ ജബ്ബാറിനെ പാമ്പ് കടിച്ച്. ഇക്ക അവിടെ ചെന്ന് മന്ത്രമൊക്കെ ചൊല്ലി പാമ്പിനെ വിളിച്ചു വരുത്തി ജബ്ബാറിനെ കടിപ്പിച്ച് വിഷമിറക്കിപ്പിക്കാൻ നോക്കി. നാട്ടുകാർ തല്ലി ഊപ്പാട് വരുത്തി മോനെ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുന്നതിന് നാട്ടുകാരെന്തിനാ തല്ലുന്നത്? അല്ല മോനെ, ജബ്ബാറിനെ കടിച്ചതൊരു നീർക്കോലയായിരുന്നു. പക്ഷെ ഇക്ക വിളിച്ചു വരുത്തിയതേ രാജവെമ്പാലനായിരുന്നു മോനെ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, നമ്മള് ഡ്രൈവാഷ് ചെയ്യാൻ തീരുമാനിച്ചേ. ഡ്രൈവാഷോ? ആ വിവാഹമോചനം. ഇത്താ ഡൈവേഴ്സ്? അത് തന്നെ മോനെ. എന്തിനാ ഈ ഡൈവേഴ്സ് ഒക്കെ ചെറിയ കാര്യത്തിന്? നമ്മുടെ ഇക്കാന്റെ നാളുകൾ തമ്മിൽ ചേരില്ല മോനെ. ഇത്താന്റെ നാളേതാ? ഭരണി. ഷെയ്പ്പല്ല ചോദിച്ച നാളാ. നീ കൂടുതൽ തമാശക്കരുടെ ഉള്ള നമ്മുടെ നാളാണ് ഭരണി. അപ്പൊ ഇക്കാടെ നാളോ? ആയില്യം. ഇതുവരെ നാളായില്ലേ? അതല്ലെന്ന്, ഇക്കാന്റെ നാളാണ് ആയില്യം. നല്ല നാളല്ലേ ഇത്ത ആയില്യം? പാമ്പിന്റെ നാളാ. എന്നിട്ട് ഇക്കാക്ക് പാമ്പിന്റെ ഒരു ഗുണവും ഇല്ലല്ല. ആര് പറഞ്ഞു? ഇക്ക ഫുൾ ടൈം പാമ്പല്ലേ? എടാ പുള്ളേ, ഈ പാമ്പെന്ന് പറഞ്ഞാലുണ്ടല്ല, ഒന്ന് ചീറ്റണം, അല്ലെങ്കിൽ ഒന്ന് കൊത്തണം, അതും അല്ലെങ്കിൽ പത്തിയെങ്കിലും ഒന്ന് പൊക്കണം. ഇത് ചുമ്മാ ചുറ്റിപ്പണിഞ്ഞ് കിടക്കണേനൊക്കെ പാമ്പെന്ന് വിളിക്കാൻ പറ്റുമോനെ? ആഹാ, എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 12 മക്കളുണ്ടല്ലോ. എടാ പുള്ളേ, ഞമ്മടെ വേലിക്ക് നിക്കണ ഭരിക്കപ്ലാവില് വർഷ ചക്ക ഉണ്ടാവണത് ഞമ്മള് തന്നെ അതിന്റെ ചോട്ടിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ്. പ്ലാവാകുമ്പോ കായ്ക്കും, അതില് ചക്ക ഉണ്ടാവും. അത് ശരി. അത് മാത്രാണ് അവനെ ചക്കിത്താനെ ഭയങ്കര സംശയമാണെന്ന്. അതെന്തിന്? ഞമ്മള് വടക്കേലെ ഉമ്മറിന്റെ കൂടെ സിനിമയ്ക്ക് പോയ ഇക്കാക്ക് സംശയം. കിഴക്കേലെ സെയ്താലിയുടെ കൂടെ 2 ദിവസം മൂന്നാറിൽ പോയി മുറിയെടുത്ത് താമസിച്ച ഇക്കാക്ക് സംശയം. ഇക്ക ഇല്ലാത്ത നേരത്ത് വല്ല ചെറുപ്പക്കാരെ ഞമ്മൾ ഈ കുടുംബത്തെ വിളിച്ച് കയറ്റിയ ഇക്കാക്ക് സംശയം. ഇപ്പൊ ഈ നേരത്ത് ഇക്ക ഇങ്ങോട്ട് വന്ന് അന്നെ ഇവിടെ വെച്ച് കണ്ടാലും തുടങ്ങും സംശയം. അല്ല, പറഞ്ഞു തീർന്നില്ലതേ. കൊണ്ടോട്ടിക്ക് പോയ ബീരാനിക്ക് വണ്ടി കിട്ടാണ്ട് തിരിച്ചു പറഞ്ഞ് ഇജ്ജ നോക്കി നിൽക്കാതെ എവിടെയെങ്കിലും പോയി ഒളിക്കണർക്കാ. ഞാൻ അടുക്കള വഴി ഓടത്തെ. അതുവഴി പോണ്ട, ഇക്ക കാണും. എന്നാ ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ഒളിച്ചാൽ ഇക്ക കണ്ടുപിടിക്കുന്നേ. എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. ഈ ആ മുണ്ടഴിക്ക്. വൃത്തിയോട് പറയരുത് കേട്ടോ. നീ ട്രൗസർ ഇട്ടിട്ടില്ലേ? ഉണ്ട്. എന്നാ മുണ്ടഴിക്കണർക്കാ. എടാ മുണ്ടഴിക്കാൻ. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കേ. എവിടാ? എടാ ഇവിടെ വന്ന് നിൽക്കാൻ. പൊക്കി പിടിക്ക, മുണ്ട് പൊക്കി പിടിക്കേ. ഇക്ക വന്നാലും മുണ്ട് താത്തരുതിട്ടാ. ഇല്ല. പൊക്കി തന്നെ പിടിച്ചോളോട്ടാ. ആമിന, എന്താടി ഞമ്മള് ആദ്യമായിട്ട് കാണുമ്പോലെ ബീരാനിക്കോന്ന് ചോദിക്കണത്? അല്ല, ഇക്ക കൊണ്ടോട്ടിക്ക് പോയില്ലേ? ബസ് നിർത്തിയില്ലാന്നേ.
നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോന്ന് ഭരണ ബൈക്ക ബാങ്കിലൊന്ന് കേറി. എന്തിന്? വായ്പ എടുക്കാൻ. വായിലിപ്പെടുക്കാനാ? അല്ലടി നമുക്ക് വായ്പ എടുക്കാന്ന്. ആണാ? ആ. എന്നിട്ട് ബാങ്കുകാരെന്തൊട്ട് പറഞ്ഞേ? പൊക്കിപ്പിടേ. പൊക്കി പിടിക്കാനാ? ആ, പൊക്കി പിടിച്ചേക്കാം. ഈ മനുഷ്യൻ ഇത് എന്തൊട്ടാ കാണിക്കണേ? താത്തിപ്പിടേ. താത്തി പിടിക്കാനാ? അല്ലോ, പൊക്കിപ്പിടേ. ഇവിടെ എന്താ ഈ കാണിക്കണത്? അയ്യോ, ഒരെണ്ണം പൊക്കിപ്പിടി, ഒരെണ്ണം താത്തിപ്പിടേ. ആ, അതെ, ഒരെണ്ണം താത്തി പിടിച്ച്. എങ്ങനെയെങ്കിലും നിക്ക്. ആ, എന്നിട്ട് ബാങ്കുകാരെന്തൊട്ടാ പറഞ്ഞേ? ഒരെണ്ണം താത്തിട്ടിട്ട് പറയാമോ? ആ, എന്തെങ്കിലും കാണിക്കേ. ബാങ്കിൽ ചെന്നപ്പോ ഒരു പെണ്ണുമ്പിള്ള ചോദിക്കുക ആ, ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. എന്നിട്ട് ഇക്കാന്ത് പറഞ്ഞേ? നമ്മള് പറഞ്ഞ അനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞമ്മക്ക് ഡബിൾ ഇൻട്രസ്റ്റ് ആന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പൊക്കിപ്പിടേ. എന്ത്? അല്ല, മൂക്കിപ്പൊടി വാങ്ങിച്ചാന്ന് ചോദിച്ചാണ്. അത് ഞമ്മള് വാങ്ങിച്ചോളാം. അല്ല, വന്നപ്പോ തൊട്ട് കാണാണ്. നിനക്കെന്താടി ഒരു കിരികിരിപ്പ്? അല്ല, എന്തൂട്ട് കിരിയിരിപ്പ്. അല്ലെങ്കിൽ ഈ മനുഷ്യന് നമ്മളെ കണ്ണെടുത്ത സംശയമാണ്. കണ്ണെടുക്കാതെ തന്നെ നിന്നെ സംശയിക്കണം. കാരണം നീ ആ ടൈപ്പാ. പെണ്ണെന്ന വർഗത്തെ വിശ്വസിക്കാൻ കൊള്ളൂല, അറിയാമോ? ആഹാ, എന്താ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് സാധനത്തിന്റെ കുറവേ ഉള്ളൂ. പടച്ചോനെ, ഒന്ന് താടിയുടെയും ഒന്ന് മീശയുടെയും. പകച്ച് വിറപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങള് പെണ്ണുങ്ങളില്ലാതെ ഇവിടെ ഒന്നും നടക്കൂല. എന്നാ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഒന്ന് പ്രസവിച്ച് കാണിച്ചേ. എന്റെ മനുഷ്യ, നിങ്ങൾ ഇടണ പാന്റിന്റെ ഒരു സിബ് പൊട്ടിപ്പോയാൽ പോലും നന്നാക്കണമെങ്കിൽ ഞങ്ങള് പെണ്ണുങ്ങൾ തുന്നണ്ടേ? എടി, നിങ്ങൾ പെണ്ണുങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ പാന്റിന് എന്തിനടി സിബ്? ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്താ ഒരു കുറവ്? അങ്ങ് ഫിലിപ്പീൻസിൽ തെങ്ങേ കയറുന്ന പെണ്ണുങ്ങൾ വരെയുണ്ട്. ഇവിടെ തലേ കയറുന്ന പെണ്ണുങ്ങളുണ്ട്. എടി, നിങ്ങൾ പെണ്ണുങ്ങൾ എന്ന് തെങ്ങേ കയറാൻ തുടങ്ങിയോ അന്ന് മുതലാടി തെങ്ങിന്റെ ഒക്കെ മണ്ടയടഞ്ഞു തുടങ്ങിയത്. അല്ല, ഞമ്മടെ ഒരു വിധിയെ ഇവിടെ കെട്ടിയെടുക്കുന്നതിന് മുമ്പ് ഞമ്മള് നല്ല വരിക്കച്ചക്ക പോലെ ഇരുന്നതാ. എന്നിട്ടിപ്പൊ എന്ത് പറ്റി? സ്വഭാവത്തിന്റെ ഗുണം കൊണ്ട് നാട്ടുകാര് ചൊള മുഴുവൻ പറിച്ചോണ്ട് പോയി. ഇപ്പൊ ഈ കുരു മാത്രായി. തന്നെ വെറുതെ ഞമ്മളെ പേടിപ്പിക്കാൻ നോക്കരുത്. അല്ല, നമ്മുടെ ഒരു ഗതികേട്. ഈ കിടക്കണ ചെരിപ്പാരുടെ അടി? ഈ കിടക്കണ ചെരുപ്പാ? അത് ഇക്കാന്റെ ചെരുപ്പ്. നമ്മുടെ ചെരുപ്പ് 8 ഇഞ്ചിന്റെ അല്ലേ? ഇത് 10 ഇഞ്ചിന്റെ ചെരുപ്പല്ലേ? എന്റെ മനുഷ്യ, അത് നിങ്ങളുടെ ചെരുപ്പ് തന്നെയാണ്. അത് ഇട്ടിട്ടിട്ടിട്ട് 10 ഇഞ്ചായി പോയതാണ്. ഒന്ന് വിശ്വസിക്കേ. ഈ കിടക്കണ ഷർട്ട് ആരുടെ അടി? ഏത് ഷർട്ട്? ഈ തൂങ്ങിക്കിടക്കണ ഷർട്ട് ആരുടെ അടി? അത് ഇക്കാന്റെ ഷർട്ടാണ്. നമ്മുടെ ഷർട്ടാ? ഞമ്മക്ക് ഇങ്ങനെ ഒരു ഷർട്ട് ഇവിടെ ഇല്ലല്ലോ. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടുപേരും കൂടി ചെന്നൈ സിൽക്കിൽ പോയി വാങ്ങിച്ചില്ലേ? ആ ഷർട്ടാണ് ഈ കിടക്കണത്. അത് ചുമല ഷർട്ടല്ലേ? അത് കഴുകി വെളുത്ത് ഈ കളറായി പോയതല്ലേ? ഇത് ഞമ്മള് വിശ്വസിക്കൂല. വിശ്വസിക്കണമെന്ന്. ഞമ്മള് വിശ്വസിച്ച്. ആരടി നിക്കണത്? ഏത്? ഈ നിക്കണത് ആരടി? ഇത് എറണാകുളത്തുനിന്ന് കോട്ടയത്തേക്ക് ഒരാൾ ബസ്സിന് പോണത്. എങ്ങനെ? എറണാകുളത്തുനിന്ന് കോട്ടയത്തേക്ക് ഒരാൾ ബസ്സിന് പോണത്. ഇത് നമ്മൾ വിശ്വസിക്കൂല. ഇത് നമ്മൾ വിശ്വസിക്കൂല. ഇത്രയൊക്കെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ ഇതും കൂടി വിശ്വസിച്ചൂടെ? ഓടിയാ മാറി പെരയുടെ അകത്ത്. ഇത് ഏതായി പോണത്? രണ്ടെണ്ണം പോണ. ആമിന, എന്താ? ഞാൻ അടുത്ത് വരി. ഞമ്മളൊരു കാര്യം ചോദിക്കാൻ പോണേണ്. ഈ റൂട്ടിൽ എത്ര ബസ് ഓടുണ്ട്? പറയട്ടെ. പറയ്. 3 സൂപ്പർ ഫാസ്റ്റും 2 ലിമിറ്റഡ് സ്റ്റോപ്പും പിന്നെ ഈ നിക്കണ ഓർഡിനറിയും. ആമിന, കാണാത്തതു കണ്ടു നടക്കണ കാഴ്ചക്കാരുടെ നാടാണ്. എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണ്. ഇടവും പലവും